നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് രാവിലെയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ വാർത്ത കൊണ്ട് വളരെ ഊർജ്ജസ്വലമായ ഒരു ദിവസമാണ് തുടങ്ങുന്നത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും കൊണ്ട് രാവിലെ തന്നെ പുലർച്ചെ 5:30 തിരുവല്ലയിലെ ഈ ആരോപണത്തിൽ പറയുന്ന പരാതിക്കാരി പറയുന്ന ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തിരിക്കുകയാണ് പോലീസ്. അതിനുശേഷം ഇപ്പോൾ തിരിച്ച് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. രാവിലെ തന്നെ ആ വാർത്തയോടെയാണ് ഈ ദിവസം പുലരുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മകരവിളക്കാണ്. ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഇന്ന് പൊന്നമ്പലമേട്ടിലേക്കും ശബരിമല സന്നിധാനത്തേക്കുമൊക്കെ നോക്കുന്ന ഒരു ദിവസമാണ്. മറ്റൊന്ന്, ഇന്ന് സംസ്ഥാനത്തെ കൗമാര കലയുടെ അരങ്ങുണരുന്ന ദിവസമാണ്. തൃശ്ശൂരിൽ കലോത്സവത്തിന്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരുന്ന ദിവസം. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ സജീവമാവുന്ന ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുത്തു. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷ. ഇന്നലെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കണ്ടെടുത്ത ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. വൈകിട്ട് തിരുവാഭരണം ചാർത്തി ദീപാരാധന. സന്നിധാനത്തും ഫ്ലൈ ഓവറുകളിലും മകരജ്യോതി ദർശനത്തിന് നിയന്ത്രണം. 11 മുതൽ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റിവിടില്ല. പത്തനംതിട്ടയിലും ഇടുക്കിയിലെ 5 പഞ്ചായത്തുകളിലും ഇന്ന് പ്രാദേശിക അവധി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം കടുപ്പിച്ച് BJP. വൈകിട്ട് വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി പ്രതിഷേധം. BJP ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും ജ്യോതി തെളിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി ഇന്ന്. ദേവസ്വം ബോർഡ് മുൻ അംഗം KT ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായി വാദം കേൾക്കും. ശബരിമല ദ്വാരപാലക ശില്പപ്പാളി കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തേക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരുന്നു. 25 വേദികളിലായി 15,000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. 64ാം കലോത്സവത്തെ സൂചിപ്പിച്ച് 64 കുട്ടികൾ പങ്കെടുക്കുന്ന കുടമാറ്റം. വിശദമായ വാർത്തകൾ നോക്കാം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. അതിരാവിലെ തന്നെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് രാഹുലുമായി അന്വേഷണ സംഘം പുറപ്പെടുകയായിരുന്നു. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലാണ് തെളിവെടുപ്പ് നടത്തിയത്. കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. രാഹുൽ അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലുമായി കോടതിയിലെത്തിയപ്പോഴൊക്കെ. അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണോ ഇത്ര പുലർച്ചെയുള്ള തെളിവെടുപ്പ്? നാളെ വൈകിട്ടാണ് തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് SIT സംഘത്തിന്റെ ആലോചനയിലുള്ള കാര്യങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ള വലിയ സങ്കീർണമായ സാഹചര്യത്തിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഇത്തരത്തിലൊരു നീക്കമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ വലിയ രീതിയിൽ DYFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ചീമുട്ട ഇറക്കി രാഹുലിന് നേരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ പാടുപെട്ടുകൊണ്ട് തന്നെയായിരുന്നു വൈദ്യപരിശോധന പൂർത്തിയാക്കിയും ഒപ്പം തന്നെ പിന്നീട് കോടതിയിലേക്ക് ഹാജരാക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. ജയിലിന് പുറത്തിറങ്ങുന്ന ആ സമയം മുതൽ തന്നെ രാഹുലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തിരുന്നു. റോഡിൻ്റെ ഇരുവശത്തൊക്കെയായി പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതുതന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സുരക്ഷയുടെ ഭാഗമായാണ് ഇങ്ങനെ അതീവ രഹസ്യമായി തന്നെ പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ തെളിവെടുപ്പ് പൂർത്തീകരിക്കാം. അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉള്ളൂ എന്നുള്ളതാണ്. 3 ദിവസത്തേക്ക് മാത്രമാണ് കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും, അതായത് അന്വേഷണ സംഘം കൃത്യമായ പ്ലാനിംഗ് നടത്തിയിട്ടുണ്ട്. അതായത് അതിൽ ഈ പറയുന്ന തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിക്കുക, അവിടെ പരിശോധന നടത്തുക, ഒപ്പം തന്നെ മറ്റിടങ്ങൾ, അതായത് രാഹുലിൻ്റെ വീട്, ഒപ്പം തന്നെ പാലക്കാട്ടെ ഫ്ലാറ്റ്, മറ്റ് ചില ഇടങ്ങൾ കൂടിയുണ്ട്. അതായത്
അത് അന്വേഷണ സംഘം വ്യക്തമാക്കിയില്ല എങ്കിൽ പോലും തന്നെ മറ്റു ചിലയിടങ്ങളിലൂടെയൊക്കെ രാഹുലിനെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. ആ ഘട്ടങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധമുണ്ടായാൽ ഒരുപക്ഷെ ആ സമയം അങ്ങനെ പാഴായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പോലെ തന്നെ പുലർച്ചെ തന്നെ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റോളം കൂടിയാണ് ഇത്തരത്തിൽ ഈ മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞ ഈ ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ റൂമിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് പരിശോധന നടത്തിയ ശേഷം ഏകദേശം 15 മിനിറ്റിന് ശേഷം വീണ്ടും രാഹുലുമായി സംഘം AR ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകും. ഇതുവരെയും രാഹുൽ ഈ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നിലവിൽ രാഹുലിൻ്റെ ഐഫോൺ, ആദ്യത്തെ ഫോൺ നേരത്തെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ആ ഫോണിൻ്റെ പാസ്വേഡ് നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാനോ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതായത് ഒരു ചിരി മാത്രമാണ് രാഹുലിൻ്റെ മുഖത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാത്തിനെയും ചിരിച്ച് പുച്ഛിച്ച് കളയുന്ന രീതിയിൽ എല്ലാ സമീപനവും ആ രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തോടും ഇതേ രീതിയിൽ തന്നെയാണ് രാഹുലിൻ്റെ ഒരു സമീപനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ നീക്കവും SITയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതായത് സാധാരണഗതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നീട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഒപ്പിടിക്കുക, അതായത് ആരാണോ പ്രതി അവരെ കൊണ്ട് ഒപ്പിടിച്ചതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെയൊക്കെ ഇതിനും രാഹുൽ തയ്യാറാകാതെ വന്നതോടുകൂടി മറ്റൊരു അസാധാരണ നീക്കവുമായി, അതായത് അതായത് ഏതെങ്കിലും തരത്തിൽ പ്രതി ഒപ്പിടാൻ തയ്യാറായില്ല എങ്കിൽ കോടതി മുഖേനയുള്ള മറ്റു ചില നടപടിക്രമങ്ങളുണ്ട്. അത് മറ്റൊരു അഭിഭാഷകരെ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ആ രീതിയിലേക്ക് SIT കടക്കുകയും ചെയ്തു. ചില അസാധാരണ നിമിഷങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ കേസിലും ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ നടക്കും. ആ ചോദ്യം ചെയ്യലിലൊക്കെ രാഹുൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയണം. കഴിഞ്ഞ ദിവസത്തെ കൂട്ട് അതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണോ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി അന്വേഷണ സംഘം ഈ KPM ഹോട്ടൽ, അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത പാലക്കാട്ടെ KPM ഹോട്ടലിലെ 2002 റൂമിൽ എത്തി പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് രണ്ടാമത്തെ ഫോൺ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ആ ഫോണിൽ ഈ അതിജീവിതകളോട് സംസാരിച്ചതിൻ്റെ ചാറ്റുകളും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചതിൻ്റെ ചാറ്റുകളും ഒക്കെ ഈ ഫോണിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നൊരു ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ലാപ്ടോപ്പിലും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘം തേടുന്നുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്കായിരിക്കും സ്വാഭാവികമായും അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് പാലക്കാട്ടേക്ക് രാഹുലുമായി പോകുമോ? മിഥുൻ, അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാണോ? ഇപ്പോൾ നേരെ ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? പക്ഷേ ഇത്രയും വലിയ പ്രതിഷേധവും ഇന്നലെ നമ്മൾ കണ്ടതാണ്. രാഹുലിൻ്റെ വാഹനത്തിന് നേരെ മുട്ടയെറിയുന്ന തരത്തിലുള്ള അങ്ങനെ വലിയ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ പോലീസിന് പത്തനംതിട്ട തൊട്ട് പാലക്കാട് വരെ രാഹുലിനെയും കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെളിവെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്തൊക്കെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, അതായത് സ്വാഭാവികമായും പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടെ ഈ ഒരു KPM ഹോട്ടലിലും മറ്റു ചില ഇടങ്ങളിലുമൊക്കെ രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതായത് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ചില ആശങ്കകളുണ്ട്. അതായത് ഇത്രയും ദൂരത്തേക്ക് രാഹുലിനെ എത്തിക്കുക എന്നുള്ളതും അവിടെയൊക്കെ വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചില ആശങ്ക പോലീസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായി ഇപ്പോൾ നടത്തുന്ന അതേ സ്ട്രാറ്റജി തന്നെ, അതായത് ആരും അറിയാതെ പുലർച്ചെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ആയി ഇങ്ങനെ യാത്ര ചെയ്ത് അവിടേക്ക് പോവുക, അവിടെ തെളിവെടുക്കുക, അതിനുശേഷം തിരികെ മടങ്ങുക. ആ ഒരു രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ പാലക്കാട്ടെ തെളിവെടുപ്പും ആ രീതിയിൽ തന്നെയായിരിക്കും ചാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ രാവിലെ പട്ടാപ്പകൽ ഇങ്ങനെ വലിയ വാഹന വ്യൂഹവുമൊക്കെയായി രാഹുലുമായി ഒത്ത് അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് തെളിവെടുക്കാൻ പോയാൽ അത് വലിയ രീതിയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവെക്കുകയും ചെയ്യും. പലയിടങ്ങളിലും വാഹന വ്യൂഹത്തിന് പോകാൻ കഴിയാത്തത്ര തരത്തിലേക്ക്
പ്രതിഷേധം വ്യാപിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ DYFയും അടക്കമുള്ള പ്രതിപക്ഷ മറ്റ് പാർട്ടി യുവജന സംഘടനാ നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു പ്ലാൻ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആ രീതിയിലായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാലക്കാട് എത്തിച്ച് രാഹുലിനെ തെളിവെടുത്തേ തീരൂ. രാഹുലിനെ അവിടെ എത്തിച്ച് തെളിവെടുക്കുന്ന നടപടികളൊക്കെ ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. വളരെ കുറച്ച് സമയം മാത്രമേ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 16-നാണ്. അതിനു മുമ്പ് തന്നെ ഈ കൃത്യമായി തെളിവ് ശേഖരിച്ച് ഈ കാര്യങ്ങളിൽ കൃത്യമായ റിപ്പോർട്ട് ഈ 15-ാം തീയതി വൈകിട്ട് വീണ്ടും തിരുവല്ല കോടതിയിൽ ഹാജരാക്കുമ്പോൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം ലഭിക്കരുത് എന്ന രീതിയിൽ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തത്. അതായത് ഈ കേസിലെങ്കിലും രാഹുലിനെ രാഹുലിനെ അഴിക്കുള്ളിലാക്കുന്ന തരത്തിലുള്ള കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മറ്റ് 2 കേസുകളിൽ നമുക്കറിയാം അത് ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു. തങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ തങ്ങൾ ഏതൊക്കെ തെളിവുകൾ ഇതുവരെ ശേഖരിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കൈമാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ നിന്നൊക്കെ കൃത്യമായി വളരെ സേഫായി രാഹുലിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് തന്നെ വേണം നമുക്ക് നിഷ്പക്ഷം പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അതുണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഈ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ഏതെങ്കിലും രാഹുലിന്റെ അഭിഭാഷകർക്കോ അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകർക്കോ ഒക്കെ ഇതിന്റെ വിവരങ്ങളൊക്കെ കൈമാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. രാഹുലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു കേസിൽ നിന്ന് വളരെ എളുപ്പം ഊരിപ്പോകാമെന്നുള്ള ആ ഒരു ചിരി ഇനി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കോടതിയിൽ എന്ത് നിലപാട് ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും ഒപ്പം തന്നെ അന്വേഷണ സംഘം ഈ രാഹുലിനെതിരെ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളും ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നുള്ള ചാറ്റുകളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ രാഹുൽ ഈ ഘട്ടത്തിൽ എന്തായാലും അന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നതാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. ഫോണിന്റെ ലോക്ക് മാറ്റി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ എവിഡൻസ് മാത്രമേ ഇനി ഈ വിഷയത്തിലുള്ളൂ. നമുക്കറിയാം അത് ഏതാണ്ട് ഓഗസ്റ്റ് 2024 സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായി ഓഗസ്റ്റ് അല്ല ഏപ്രിലൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേണ്ടത് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ ഡിജിറ്റൽ തെളിവുകളിലേക്ക് ആക്സസ് കിട്ടാതെ അന്വേഷണ സംഘത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും? ഇപ്പോൾ നാളെ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ നിസ്സഹകരിക്കുന്നു എന്ന കാര്യം അറിയിച്ചേക്കാം. അപ്പോഴും നിർണായകമായ തെളിവുകൾ കണ്ടെത്തുക ഇതാവിലെ അന്വേഷണ സംഘത്തിനുള്ള വെല്ലുവിളി. ശ്രീജ, അതായത് ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തോട് സഹായിക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടുതൽ സഹകരിച്ചാൽ, അതായത് ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായില്ല എങ്കിൽ അത് സ്വാഭാവികമായും കോടതിയിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അഭിഭാഷകർ പറയുന്ന അനുസരിച്ച് തന്നെയാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളും തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നത്. കാരണം ഫോണിന്റെ പാസ്വേഡ് നൽകുന്നില്ല, അത്തരത്തിൽ മറ്റു വിവരങ്ങളൊന്നും നൽകുന്നില്ല, ചോദ്യങ്ങളോടൊന്നും തന്നെ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന അജീവതയെ അറിയാമെന്ന്, അല്ലെങ്കിൽ ആ ബന്ധം രാഹുൽ സമ്മതിക്കുന്നുണ്ട് എന്ന് ആദ്യം ഒക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 3 ദിവസം മാത്രമാണുള്ളത്. ഈ 3 ദിവസവും അന്വേഷണ സംഘത്തോട് കൃത്യമായ രീതിയിൽ അതിന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾക്കോ ഒന്നും തന്നെ മറുപടി നൽകേണ്ടതില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് രാഹുലിന്റെ ഒരു സമീപനമെന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. അത് ഈ ജാമ്യം നിഷേധിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു മൂവ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം സംബന്ധിച്ച് ഈ 3 ദിവസം അവർക്ക് വളരെ നിർണായകമാണ്. ആ ദിവസങ്ങളിലുള്ളിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. നേരത്തെ ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ 2024 ഏപ്രിൽ 8 നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹോട്ടലൊക്കെ കയറി പോകുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അത് സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. കാരണം പല ഹോട്ടലുകളിലും 6 മാസത്തിൽ കൂടുതൽ ഈ CCTV ബാക്കപ്പ് ഒന്നും ഉണ്ടാകുന്ന ഒരു സാധ്യതയില്ല. അത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ ഡിലീറ്റായി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024
ദൃശ്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ അന്വേഷണ സംഘം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം സാധ്യമാവുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. രാഹുലുമായി കൂടുതൽ തെളിവെടുപ്പുകളിലേക്ക് നടക്കുന്നു. ഈ ഫോൺ, രണ്ടാമത്തെ ഫോൺ, ഈ 2002 KPM ഹോട്ടലിലെ 2002 റൂമിലെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ രണ്ടാമത്തെ രാഹുലിൻ്റെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടോ എന്നാണ് അന്വേഷണ സംഘം ആരായുന്നത്. ഈ ഫോൺ ഉപയോഗിച്ചാണ് ഈ അതിജീവിതകളുമായി രാഹുൽ ചാറ്റ് നടത്തിയിരുന്നത്, ഫോൺ വിളിച്ചിരുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില വിവരങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അത് തന്നെയാണ്. ആ ഫോണിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ റിക്കവർ എടുക്കാനാകുമോ ഇതൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ആ ഫോൺ കൈമാറുകയും ചെയ്യും. മറ്റൊന്ന്, രാഹുലിനെതിരെ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ വാഹനത്തിൽ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ മറ്റ് സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ സെക്യൂരിറ്റി, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഹുലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയ കുറ്റവാളി, വലിയ കൊടും ക്രൂരത പല പെൺകുട്ടികളും ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധി, ഒരു MLA ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ രീതിയിൽ ആ പെൺകുട്ടികൾ പോലും വിശ്വസിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിൻ്റെ ആ പാറ്റേണിന് കീഴിൽ, അതായത് ഒരു സൈക്കോപാത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ ഓരോ പെൺകുട്ടികളുടെ അടുത്തും ഒരേ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോവുകയും ചെയ്ത് അതിൽ സ്വാഭാവികമായി നമ്മൾ ആരായാലും പോലും തന്നെ, അതായത് ഒരു ജനപ്രതിനിധിയാണ്, തന്നെ വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസം ആ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു കാണും. അതുകൊണ്ട് തന്നെയാണ് അവർ ആ രാഹുലിൻ്റെ വലയിൽ വീഴുകയും പിന്നീട് ഇത്രയും അധികം ക്രൂരത നേരിടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ ഒടുവിൽ അറസ്റ്റിലാകുകയും ഒപ്പം തന്നെ ഇപ്പോൾ മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ തേടുക എന്നുള്ളതാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള കടുത്ത നടപടികളിലേക്കും ഒക്കെ അന്വേഷണ സംഘം ഒരുപക്ഷെ കടന്നേക്കുമെന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് പുലർച്ചെ 5:30-ഓടെയാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം പുറപ്പെട്ടത്. കനത്ത സുരക്ഷ ഇന്നലെ നമ്മൾ കണ്ടതാണ്. രാഹുലുമായി കോടതിയിലെത്തിയപ്പോഴുണ്ടായ അവസ്ഥ കണ്ടതാണ്. അത്രയേറെ വലിയ പ്രതിഷേധമാണ് കോടതി പരിസരത്തും വഴിയിലുമൊക്കെ ഉണ്ടായത്. അതിന് സമാനമായ ഒരു പ്രതിഷേധം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ. അതുകൊണ്ട് ഇന്ന് പുലർച്ചെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. ക്ലബ് 7 ഹോട്ടൽ, ഇവിടെ വെച്ച് ഈ പീഡനം നടന്നു എന്നാണ് മൂന്നാമത്തെ പരാതിയിൽ പറയുന്നത്. അതനുസരിച്ച് ക്ലബ് 7 ഹോട്ടലിലെ 408-ാം നമ്പർ മുറിയിൽ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. ഇനി പാലക്കാട്ടേക്ക് രാഹുലിനെ കൊണ്ടുപോകുമോ? അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും അത് സാധിക്കുക? അത്ര വലിയ പ്രതിഷേധമാണ് ഇന്നലെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ സുരക്ഷിതമായി രാഹുലിനെയും കൊണ്ട് അങ്ങനെ ഒരു തെളിവെടുപ്പിന് പോകാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ അത് എപ്പോഴായിരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. അന്വേഷണവുമായി തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ MLA അല്ലേ, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയല്ലേ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് രാഹുൽ ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പുഞ്ചിരിയോടെ ആണ് പലപ്പോഴും രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിലും അത് അത്ര സുഖകരമായൊരു പുഞ്ചിരിയല്ല. കാരണം അത്ര വലിയ പ്രതിഷേധമാണ് രാഹുലിനെയും കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഈ തെളിവെടുപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോകാം. അതിലേറ്റവും പ്രധാനം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് മകരവിളക്കാണ്. മകരജ്യോതി ദർശനത്തിന് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 3:08-നാണ് മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് മകരസംക്രമ പൂജയ്ക്ക് അഭിഷേകം ചെയ്യുക. വൈകിട്ട് 5:30-ഓടെ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിക്കും. 6:30-ഓടെ സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. അതിനുശേഷമാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന പൊന്നമ്പലം വീട്ടിലെ മകരജ്യോതി തെളിയുക. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ആയിരക്കണക്കിന് ആളുകൾ ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും പ്രാർത്ഥനയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം അയ്യപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എങ്ങനെയൊക്കെയാണ് ക്രമീകരണം? അതെ, മകരവിളക്കിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രമൊക്കെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പഴയ പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ച്, അതായത് കൃത്രിമപ്പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചതിനെ കുറിച്ചൊക്കെ മുമ്പ് വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇത്തവണ കുരുത്തോലകൾ മാത്രമാണ് ഈ ഒരു അലങ്കാരത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടുള്ള
ചടങ്ങുകളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ ദർശനത്തിൻ്റെ ഒരു തിരക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. 24,000 പേര് ഇതിനോടൊപ്പം സന്നിധാനത്ത് എത്തിയെന്നാണ് കണക്ക്. എവിടെയും വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. സന്നിധാനത്ത് എത്തുന്നവർ തന്നെ പലവട്ടം കറങ്ങി തൊഴുന്നതിൻ്റെ ഒരു തിരക്ക് നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെയാണ് ഹരിവരാസന പുരസ്കാര ചടങ്ങുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റു ചടങ്ങുകൾ. നമ്മളപ്പോൾ ശ്രീത്തോട് ചേരുന്നുണ്ട്. ശ്രീത്തെ, അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് ശ്രീത്ത് മകരവിളക്കിന് വരുന്നതാണല്ലോ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു കാഴ്ചകളെ കണ്ടിട്ട്? അനുമതി എല്ലാ തവണത്തെ പോലെ തന്നെ മനോഹരമായ കാഴ്ച തന്നെയാണ് ശബരിമല സന്നിധാനത്ത്. ക്ഷേത്രം അലങ്കരിച്ചതിനെ കുറിച്ച് അനുമതി പറഞ്ഞല്ലോ. അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഇത്തവണത്തെ ഞാനിങ്ങോട്ട് നടന്നു വന്ന സമയത്ത് ചിന്തിച്ചൊരു കാര്യം, ഏറ്റവും ശബരിമലയെ സംബന്ധിച്ച് പല വിവാദങ്ങൾ നിൽക്കുന്നു. ശബരിമലയെ ചൂഷണം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നിൽക്കുന്നു. അവിടെ ഈ നിലത്തുൾപ്പെടെ കിടന്നുകൊണ്ട് എത്രയോ ദിവസമായി ഒരു വലിയ ധ്യാനം പോലെ ഈ അയ്യപ്പനോടുള്ള ഒരു യഥാർത്ഥ ഭക്തി പ്രകടിപ്പിക്കുന്ന മനുഷ്യരുടെ വലിയൊരു കൂട്ടം, ഏതാണ്ട് 2-2.5 ലക്ഷം ആളുകളെങ്കിലും ഉണ്ടാകും. ഇന്നലെ ഏതാണ്ട് 1,15,000 പരം ഭക്തരാണ് ഇന്നലെ മാത്രം. അതായത് 40,000 ഭക്തർക്ക് ദർശനം മാത്രമുള്ളപ്പോഴാണ് ഇത്രയധികം ഭക്തരെത്തിയത്. അതിൻ്റെ തലേദിവസം ഉള്ളവരുണ്ട്. അങ്ങനെ സന്നിധാനത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ അയ്യപ്പൻ എന്ന ഒരേ ചിന്തയിൽ എല്ലാ തരത്തിലുള്ള ത്യാഗവും അനുഭവിച്ചുകൊണ്ട് വളരെ നല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലും കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഇത്തവണ ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകം എല്ലാ വർഷവും ഉള്ള കാഴ്ചയാണ്, പക്ഷേ മനസ്സിൽ കൂടുതലായി തറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് തോന്നുന്നു. വാർത്താ സമ്മേളനത്തിലെ ഇടയിൽ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമാണ് നേരത്തെ ശീത സൂചിപ്പിച്ച്. ഈ ആളുകളൊക്കെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമമാണ്. കാരണം അയ്യപ്പന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നവരാണ്. ഈ കിടക്കുന്നവരിലൊക്കെ പല നാട്ടിൽ നിന്ന് വന്ന വലിയ സാമ്പത്തികത്തിലുള്ളവർ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അവർക്ക് വൃത്തിയായിട്ടൊന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഒരുക്കണം. അതിൻ്റെ ഒരു ആലോചനയാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു. കാര്യം ഇതുവരെ മറ്റു പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇവിടെ താൽക്കാലികമായിട്ട് ഇവർക്ക് തങ്ങാനുള്ളൊരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രാവിലെ ഹരിവരാസന പുരസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാവിലത്തെ 10 തിരുവിഴ ജയശങ്കറിന് സമർപ്പിക്കുന്നു, അല്ലെ? ഉച്ചവരെ അത്. അതിനുശേഷമാണ് മകരസംക്രമ പൂജ. 3 മണിക്കാണ് മകരസംക്രമ പൂജ, അല്ലേ? അതെ, 3 മണിക്ക് ശേഷം മകര സംക്രമ പൂജ നടക്കുന്നു. ഇപ്പോൾ സന്നിധാനത്ത് ഇതൊക്കെയാണ് കാഴ്ചയെങ്കിൽ പോലും നമ്മൾ കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവാഭരണ ഘോഷയാത്ര രാവിലെ ഈ സന്നിധാനം ലക്ഷ്യമാക്കി ഇന്നത്തെ യാത്ര പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ ലാഹ സത്രത്തിലായിരുന്നു ഘോഷയാത്ര തങ്ങിയത്. ഇനി അഴുതയൊക്കെ കടന്ന് വലിയാനവട്ടത്തേക്ക് എത്തി പിന്നീട് കാനന പാതയിലൂടെ ഈ സന്നിധാനത്തേക്കുള്ള യാത്ര തുടരും. വൈകുന്നേരം ഏതാണ്ട് 5:30-ക്കാണ് ഇവിടെ ദർശനം ഉണ്ടാകുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹം വേറെ ഒരു ചാനലുമായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നാണ് കരുതുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 5:30യോടുകൂടിയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ ശരംകുത്തിയിൽ എത്തിച്ചേരുക. അവിടെ ദേവസ്വം ബോർഡിൻ്റെ സ്വീകരണം ഉണ്ടാകും. ദേവസ്വം പ്രതിനിധികൾ ഈ തങ്കയങ്കി ഘോഷയാത്രയൊക്കെ സ്വീകരിച്ചതിന് സമാനമായി ഇവിടെ നിന്ന് പ്രതിനിധി സംഘം അവിടേക്ക് പോകും. അവിടെ നിന്ന് സ്വീകരിക്കും. തൊട്ട് പിന്നാലെയാണ് ഇവിടേക്ക് ഈ സന്നിധാനത്തിലേക്ക് ഘോഷയാത്ര എത്തുക. വലിയ നടപ്പന്തലും കഴിഞ്ഞ് വലിയ സ്വീകരണമായി സന്നിധാനത്തേക്ക് എത്തുന്നത് ഏതാണ്ട് ഒരു 6:15 ഘോഷയാത്ര ഇവിടേക്ക് എത്തിച്ചേരും. 6:15, 6:20 തുടർന്ന് 6:00 ഈ 18-ാം പടി ചവിട്ടി തിരുവാഭരണ ഘോഷയാത്ര അയ്യപ്പൻ്റെ ശ്രീകോവിലേക്ക് എത്തിച്ചേരും. എന്തായാലും അതിനുശേഷമാണ് ഭക്തരാകെ കാത്തിരിക്കുന്ന ദീപാരാധന. അതും കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണുള്ളത്. അനുമതി ഇന്ന് പ്രത്യേക ചടങ്ങുകൾ എന്ന് പറയാൻ ഈ ഒരു പൂജ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സാധാരണ നിലയിലുള്ള ദീപാരാധനയാണ്. ഏറ്റവും ഭക്തർ കാത്തിരിക്കുന്ന ഈ മകരജ്യോതി ദർശനത്തിന്. അത് ഇവിടെ മാത്രമല്ല, ഒരുപാട് പോക്കറ്റുകളും, അല്ലേ? പമ്പ, ഹിൽ ടോപ്പ് അടക്കം. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് തീർത്ഥാടകർക്ക് കയറാൻ കഴിയും. മകരസംക്രമ പൂജ കഴിഞ്ഞ് അതേപോലെ തിരുവാഭരണം എത്തി ചാർത്തി ദീപാരാധന കഴിഞ്ഞ് മകരവിളക്കും കണ്ടതിന് ശേഷമേ തീർത്ഥാടകർക്ക് ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇടങ്ങളൊക്കെ ആളുകളെ കൂടെ നിറഞ്ഞ് ഒരു പൂഴി വീണാൽ നിരത്തെത്താത്ത അത്ര തിരക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾ കണ്ടതാണ് പാണ്ഡിത്താവളത്തിലാവട്ടെ, അതേപോലെ BSNLന്റെ പരിസരത്താവട്ടെ, അവിടെയൊക്കെ തന്നെ ഇതിനോടകം ആളുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു പൊന്നമ്പലമേട്ടിലെ ആ ദീപം തെളിയുന്നത് കാണും എന്നുള്ളതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ്. ഇവിടെ മാത്രമല്ല
നമുക്കറിയാം പുല്ലുമേടൊക്കെ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പല ഒരുക്കങ്ങളും ഇവിടെ ദൂരത്തിന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ശരംകുത്തിയിൽ, പമ്പ ഹിൽ ടോപ്പിൽ തുടങ്ങി പല പല പോയിന്റുകളിലായിട്ട് വിന്യസിച്ച് കിടക്കുകയാണ് ഈ ഒരു മകരവിളക്ക് കാണാനുള്ള ആളുകളുടെ ഒരു വലിയ കാത്തിരിപ്പ്. സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയൊരു എഫേർട്ട് ഈ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 2 ലക്ഷത്തിലേറെ പേർക്ക് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാണെങ്കിലും പോലീസിനെ സംബന്ധിച്ചത് വലിയ ഒരു ടാസ്ക് ആയിട്ട് തന്നെയാണ്. ഇത്തവണ മുൻപത്തെക്കാളൊക്കെ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിൽ ക്രൗഡ് മാനേജ്മെന്റ് എന്നതാണ് വലിയൊരു വെല്ലുവിളിയായിട്ട് ഉണ്ടാവുക. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 4 പാതകളിലൂടെ തിരിച്ചു പോകാനാണ് നിർദ്ദേശം. ഇന്ന് പാണ്ഡ്യത്താവളത്തിൽ നിന്ന് നമ്മുടെ ദർശൻ കോംപ്ലക്സിൻ്റെ ഇടതുവശത്തൂടെയുള്ള വഴി, അതേപോലെ തന്നെ ഈ ഒരു മേഖലയിലൂടെ മാളികപ്പുറത്തിൻ്റെ പുറകിലൂടെയുള്ള വഴി, അതേപോലെ നടപ്പന്തലിൻ്റെ KCB ജംഗ്ഷൻ, അങ്ങനെ 3 ഇടങ്ങളിലൂടെ തിരിച്ചു പോകണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു 7 മണിക്ക് ശേഷം തിരിച്ചിറങ്ങലിൻ്റെ ഒരു വലിയ തിരക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്നാണെങ്കിലും നാളെ രാവിലെ വരേക്ക് നമുക്ക് ഈ ഒരു ഒഴുക്ക്, ഈ ഒരു സർക്കിളിംഗ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു മകരവിളക്ക് സീസണിൽ മറ്റ് സീസണുകളേക്കാൾ കൂടുതൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും തീർത്ഥാടക എണ്ണത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല, കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അയ്യപ്പൻ എന്ന ഒരു വലിയ ആ വിശ്വാസത്തിൻ്റെ മുകളിലേക്ക് ഒരു വിവാദങ്ങൾ ഏശിയിട്ടില്ല. ആളുകളിവിടെ വന്ന് മണിക്കൂറുകൾ കാത്തു നിന്ന് അയ്യനെ കണ്ട് വണങ്ങിപ്പോകുന്നു. അതുതന്നെയാണ് ഈ ഒരു ശബരിമലയുടെ ഒരു തേജസ്സും അതിൻ്റെ ഒരു നിത്യതയാർന്ന സത്യവും. അല്ലേ അനുമതയും പല ഉദ്യോഗസ്ഥരും ഒക്കെ അകത്തായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് തന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ തന്നെ അകത്ത് ജയിലിൽ കിടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ തീർത്ഥാടന കാലം എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഭക്തരെ സംബന്ധിച്ച് വ്യക്തികൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടേക്ക് 3 ലക്ഷത്തിൽ പരം അധികമാണ് വരുമാനമാകട്ടെ. ഇവിടുത്തെ വലിയ കൊള്ള നടക്കുന്നു എന്ന് പറയുമ്പോഴും വരുമാനം ഏതാണ്ട് 50 കോടിയിലധികമായി വരുമാനം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ശബരിമല എന്ന വിശ്വാസം ഒരുപക്ഷെ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം നിൽക്കുമ്പോഴും ശബരിമല എന്ന അയ്യപ്പൻ എന്ന വിശ്വാസം അത് ആളിപ്പടരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടത്. അത് നാട്ടിൽ അങ്ങനെ പ്രചരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടേക്ക് എത്തുമ്പോൾ, അതായത് ഈ സന്നിധാനത്തും അത് തന്നെയാണ് കാഴ്ച. അത് ഈ കേവലം ഭക്തരുടെ എണ്ണം മാത്രമല്ല, വരുമാനത്തിലടക്കം ഉണ്ടാകുന്ന ഈ ഒരു വലിയ വർധന അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ്. അനുമോദം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സന്നിധാനത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഭക്തർ നിറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത സ്ഥലം എന്നുള്ള വിശേഷണം തന്നെ പറയേണ്ടി വരും. പാണ്ഡ്യത്താവളത്തിലും അങ്ങനെ കഴിയാൻ, ദർശനം എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ എല്ലാം ഭക്തരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങ് പമ്പ ഹിൽ ടോപ്പിലും നിലയ്ക്കൽ പോലുള്ള ചില സ്ഥലങ്ങളിൽ പോലും ഭക്തർ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ പുല്ലുമേട്ടിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പല നിയന്ത്രണങ്ങളും ഇത്തവണയും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഭക്തരുടെ എണ്ണം ഒരു പരിധിക്കപ്പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന തിക്കും തിരക്കും അത് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ്. പ്രത്യേകിച്ച് വലിയ തിരക്കിലേക്കൊക്കെ ഈ തിരിച്ചിറക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മകരജ്യോതി ദർശന സമയത്തുണ്ടാകുന്ന തിക്കും തിരക്കും തിരിച്ചുള്ള ഇറക്കം ഇത് സുഗമമായി നടത്തുക എന്നുള്ളതാണ്. സാധാരണ ശബരിമലയിലേക്കുള്ള വരവിന് വലിയ ക്രമീകരണം നടത്തി ആളുകളെ കടത്തിവിടാറുണ്ട്. പക്ഷേ തിരിച്ചിറക്കമാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയായി മാറുക. അതിനപ്പുറത്തേക്ക് ആ സമയത്ത് ഈ ഒരു KSRTC അടക്കം താഴെ അടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഉണ്ടല്ലേ? അതെ, 16 സർവീസുകൾ ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ വരുന്ന ആളുകളൊക്കെ നമ്മൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് കാണുന്നതാണ്. പല സമയങ്ങളിലായി വന്ന് ഈ ഓരോ പ്രദേശത്ത് കാത്തിരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു നിമിഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷമുള്ള തിരിച്ചിറക്കം എന്നുള്ളത് സന്നിധാനത്തിൻ്റെ ഒരു വലിയൊരു തലവേദന തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച്. നമ്മൾക്ക് ഓരോ തവണയും പോലീസുകാർ പറയുന്നത് ഇവിടെ നിന്ന് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം ഇത്രയും ആളുകൾ ഒന്നിച്ചല്ല എത്തുന്നത്. പല സമയങ്ങളായിട്ടാണ് ഇവരൊക്കെ എത്തിച്ചേർന്ന് ഇതാവുന്നത്. അതൊരു അപ്പോൾ വലിയ ക്രൗഡിൻ്റെ അല്ല. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് ഇറങ്ങി പോവുക.
അവിടെയാണ് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വലിയ ഇത്. അതുകൊണ്ടാണ് പുല്ലുമേടുന്ന ആരും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പാടില്ല, എല്ലാവരും ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോയിട്ടേ വരാവൂ എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ തിരക്ക്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന രീതി ഇതിനൊക്കെ മറികടന്ന് തീർത്ഥാടകരുടെ ഒരു കാത്തിരിപ്പാണ് ഇന്ന് വൈകുന്നേരത്തെ മകരവിളക്ക് തെളിയുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. എന്നാണെങ്കിലും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഭക്തി എന്ന ആ വലിയ ശക്തിക്ക് മുമ്പിൽ, വിശ്വാസത്തിന് മുമ്പിൽ ഇവിടെ ഇല്ലാതാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനം നമുക്ക് ചടങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ മകരസംക്രമ പൂജ തന്നെയാണ് ഉണ്ടാവുക. മകരസംക്രമ പൂജ 3/8 ഇന്ന് 3/8 മകരസംക്രമ പൂജ ഉള്ളത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ്, അഭിഷേകം നെയ്യ് വെച്ചാണ് അഭിഷേകം ഉണ്ടാവുക. അപ്പോഴൊന്നും തീർത്ഥാടകർക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. 1 മണിക്ക് ശേഷം തീർത്ഥാടകരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. എന്നാണെങ്കിലും വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. അതിനനുസരിച്ചുള്ള ആവേശത്തിലാണ്. സത്യത്തിൽ പറഞ്ഞാൽ തീർത്ഥാടകരെയൊക്കെ സംബന്ധിച്ച് ഇന്ന് ആ വൈകുന്നേരത്തേക്കുള്ള ആ ഒരു മൊമെൻറ്റിനുള്ള കാത്തിരിപ്പിലാണ്, ഒരു ഹൈ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന കാത്തിരിപ്പിലാണുള്ളത്. അനവധി സൗകര്യങ്ങൾ ഒരുക്കും എന്ന് പറയുമ്പോൾ എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം എവിടെയൊക്കെ ഒരുക്കാൻ കഴിയും എന്ന പരിമിതിയുണ്ട്. കാരണം ഈ സന്നിധാനത്ത് ഏതാണ്ട് എല്ലായിടത്തും ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം പന്തലുകൾ ഒരുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം പരമാവധി എന്താ പറയുക, കുടിവെള്ളം എത്തിക്കുക കഴിഞ്ഞ വർഷം മുതൽ ചെയ്തതാണ്. ഈ സ്ഥലങ്ങളിൽ ഈ പാകം ചെയ്യുന്നത് ഒരു വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ തീപിടുത്തത്തിനൊക്കെ സാധ്യതയുണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ അനുവദിക്കില്ല. ഭക്തരെ സംബന്ധിച്ച് ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. വലിയ ഗ്രൂപ്പുകളായി വരുന്ന ഭക്തരാണ് ഇങ്ങനെ തമ്പടിക്കുന്നവർ, ഒറ്റപ്പെട്ട് വരുന്നവരല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഉള്ള ഒരു പ്രതിസന്ധികൾ അവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്ത് കാണാൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം സൗകര്യങ്ങൾ എന്നുള്ളത് ഒരു പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ വെള്ളം എത്തിക്കുകയും ഭക്ഷണം എത്തിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ അതിനപ്പുറത്തേക്ക് അന്നദാനം, 3 നേരവും അന്നദാനം എത്തിക്കുക എന്നൊക്കെയുള്ളതാണ് കഴിഞ്ഞ തവണ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് തുടരും എന്ന് തന്നെയാണ്. കൂടുതൽ ചിലയിടങ്ങളിൽ ഇപ്പോൾ മഴ പെയ്താൽ, ഇന്നലെ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്ന സാഹചര്യം വൈകുന്നേരങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊരു പ്രതിസന്ധി ആയിട്ടുണ്ട്. അപ്പോൾ അത് മഴ പെയ്താലൊന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സൗകര്യങ്ങൾ ഒരുക്കുക എന്നതൊക്കെ ആയിരിക്കും തീർച്ചയായും ഭക്തരെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം. ഈ കോടമഞ്ഞ് പോലെയുള്ളവ ഇന്നലെ മഴയ്ക്ക് പിന്നാലെ കാര്യമായി ഉണ്ടായിരുന്നു. ഈ സന്ധ്യാസമയത്ത് തന്നെ അതൊക്കെ ഈ പുല്ലുമേട് പോലെയുള്ള സ്ഥലങ്ങളിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്നും അത് ഉണ്ടായാൽ ഒരൽപ്പം മകരജ്യോതി ദർശനത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. സാറേ, ആളുകളുടെ എണ്ണം വല്ലാതെ കൂടി. ഈ പല വിവാദ കാലത്തും ഭക്തരെ സംബന്ധിച്ച് അയ്യപ്പൻ എന്നുള്ളത് വലിയൊരു വികാരമായി, ഇപ്പം നടവരവ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും വലിയ കൂടുന്നൊരു സാഹചര്യമാണ്. അതെങ്ങനെയാണ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇത്തവണ കാണുന്നത്? സാധാരണ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിവാദവും ഭക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വിവാദത്തിൻ്റെ വഴിയെ പോകും. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാവും. അതെല്ലാം ലോകത്തെ എക്കാലത്ത് സംഭവിക്കുന്നതാണ്. ഏറ്റവും ധാർമ്മികമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലും അധർമ്മം സംഭവിക്കും. അങ്ങനെ അധർമ്മങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ വഴിയെ വിടുക. നമുക്കിവിടെ അയ്യപ്പനും അയ്യപ്പൻ്റെ ഭക്തന്മാരുമാണ് വിഷയം. ഭക്തന്മാർക്ക് അങ്ങനെ യാതൊരു തെറ്റിദ്ധാരണയുമില്ല. അതുകൊണ്ടാണ് ക്രമാതീതമായിട്ടുള്ള എണ്ണത്തിൽ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ അയ്യപ്പനുമായിട്ടുള്ളൊരു ബന്ധമാണ് ഈ ഭക്തി. ഇവിടുത്തെ ഭക്തി എന്ന് പറയുന്നത് അയ്യപ്പനോടുള്ള ബന്ധമാണ്. അത് നമുക്ക് യുക്തി കൊണ്ടോ ഭാഷ കൊണ്ടോ നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിലോ വൈകാരികമോ ആയിട്ടുള്ള വലിയ ഒരു ബന്ധമാണത്. ബന്ധം എന്നേ പറയാൻ പറ്റുള്ളൂ. ഓരോ വർഷവും വന്ന് കാണേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അയ്യപ്പനെ പോയി കാണണം. അത് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചിട്ട അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ വന്ന ഭക്തന്മാർക്കെല്ലാം സുരക്ഷിതമായിട്ട് ദർശനം നടത്തി പോകാൻ സാധിക്കണം. സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് അപര്യാപ്തതയുണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഈ ഭക്തന്മാരുടെ എല്ലാം അംഗീകരിക്കാനുള്ള അവരുടെ ഒരു മനസ്സ്,
ഒരു ആവശ്യവുമില്ല. ഞങ്ങൾക്ക് കിടക്ക വേണമെന്നോ ഒന്നുമില്ലല്ലോ. കിട്ടിയ സ്ഥലത്ത് കിടക്കുന്നു, അയ്യപ്പനെ കാണുന്നു, പോകുന്നു. അത് കാണുമ്പോഴാണ് നമുക്ക് വളരെ ഒരു കുറ്റബോധമല്ല, ഇവർക്ക് വേണ്ടി ഇത്രയൊന്നും ചെയ്താൽ പോരല്ലോ എന്ന് നമുക്ക് തോന്നിക്കത്തക്ക രീതിയിലുള്ള ത്യാഗബുദ്ധിയാണ് ഈ അയ്യപ്പ ഭക്തന്മാരുടെ ഏറ്റവും വലിയ സവിശേഷത. ഒരുപക്ഷെ മറ്റു ഒരു ക്ഷേത്രത്തിലും കാണാത്ത ഈ സമർപ്പണ ബുദ്ധിയും ത്യാഗബുദ്ധിയും ഭക്തന്മാരിൽ നിന്ന് ഈ ശബരിമലയിലെ പോലെ നമുക്ക് മറ്റെങ്ങും കാണാൻ സാധിക്കുകയില്ല. അവർക്ക് വേറെ ഒരു ആവശ്യവുമില്ല. പക്ഷേ ഈ മുറ്റത്തും പടിയിലും ഒക്കെ കിടക്കുന്ന ആളുകൾക്ക് അവരൊക്കെ അങ്ങനെ കിടക്കേണ്ടവരാണോ എന്ന് ഞാൻ ഇന്നലെ ഇവിടെ കൂടെയൊക്കെ നടന്നപ്പോൾ ഞാൻ ചിന്തിക്കാതിരുന്നില്ല. അവരയ്യപ്പനെ പ്രതി ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർ വീടില്ലാത്തവരല്ല, അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അവരെ അങ്ങനെ സഹിക്കാൻ വിടുക എന്നുള്ളതല്ല. കൂടുതൽ ഈ വിരിവയ്ക്കാനുള്ള സ്ഥലം, അന്തസ്സായിട്ട് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഈ പരിമിതികൾക്കുള്ളിൽ കൂടുതൽ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ വാസ്തവത്തിൽ വ്യക്തിപരമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തീർത്ഥാടനം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ 1-2 ദിവസം ക്യാമ്പ് ചെയ്ത് മാസ്റ്റർ പ്ലാനൊന്നും വിരുദ്ധമല്ലാത്ത രീതിയിൽ പരമാവധി ആളുകൾക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കിടക്കാനുള്ള പരമാവധി സ്ഥലങ്ങൾ ഇവിടെ കണ്ടെത്തി അവർക്കതിനുള്ള പ്രത്യേക വൃത്തിയുള്ള സ്ഥലം കൊടുക്കുക. മുകളിലൊരു റൂഫ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഒരു 10-50,000 പേരെയെങ്കിലും നമുക്ക് അന്തസ്സായിട്ട് താമസിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ കൂടെയൊക്കെ നടന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അയ്യപ്പൻ തോന്നിച്ച വികാരം. അത് നടപ്പിലാക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞാനിതിനെയൊക്കെ കാണുന്നത്. അല്ലാതെ ഒരു സ്ഥാനം എന്നുള്ള നിലയ്ക്ക് അല്ല. പ്രയോറിറ്റി അവർക്ക് മാത്രം, വേറെ ഒന്നും പ്രധാനമല്ല. ഇവിടെ അയ്യപ്പനെ തേടി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് മാത്രമാണ് പ്രയോറിറ്റി. ദേവസ്വം ബോർഡിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഈ ഡിവോട്ടീവ് ഫോക്കസ്ഡ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇവർക്ക് പ്രയോജനപ്പെടുമോ, വരുന്ന ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ട് കുറച്ചെങ്കിലും ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു അന്വേഷണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ, ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയ്യപ്പനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? എങ്ങനെയാണ് പാട്ടുകളുടെ ഒരു മൂഡിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ തികച്ചും പ്രായോഗികമായിട്ടുള്ള ഒരു പ്രതലത്തിലാണ് നിൽക്കുന്നത്. ഞാൻ തന്നെ ഏറ്റവും ഒരു പാട്ട് എഴുതി കൊടുക്കാനായിട്ട് 2 ദിവസം രാത്രി ഉണ്ടായിരുന്നുകൊണ്ട് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. കാരണം മനസ്സവിടെ അല്ല. ഞാനിവിടെ തികച്ചും പ്രായോഗികവും ആയിട്ടുള്ള ഒരു വേവ് ലെങ്തിലാണ് നിൽക്കുന്നത്. പാട്ടിലേക്കൊക്കെ വരും, അത് കുറച്ചുകൂടെ മനസ്സ് ശാന്തമാവുകയും നമ്മൾ വിചാരിച്ച ഗതിയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ ഉള്ള ഒരു വെൽബീയിങ്ങിൽ നിന്ന് നമുക്കിനി സാഹിത്യത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മനസ്സ് തന്നെ വളരെ പ്രക്ഷുബ്ധം എന്ന് ഞാൻ പറയുന്നില്ല, എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു വിചാരം കൊണ്ട് അസ്വസ്ഥമെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഉള്ള എൻഗേജ്മെൻ്റ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഈ പാട്ടെഴുത്തൊക്കെ വളരെ ദുഷ്കരമായിരിക്കുകയാണ് തൽക്കാലം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനുമോദ് നേരത്തെ സംസാരിച്ചു വെച്ച വിഷയമാണ്. ഇവിടെ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 10-50,000 പേർക്ക് അതായത് ഒന്ന് വിരിവെക്കാനുള്ള കേന്ദ്രം ഉണ്ടാകുക എന്നുള്ളത് നമുക്കൊക്കെയും കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീടുള്ളവരാണ്, ഒരുപാട് വലിയ സൗകര്യങ്ങളിൽ കഴിയുന്നവരാണ്. അവരിങ്ങനെ വന്ന് ഈ കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഇഴജന്തുക്കളുണ്ട്. ഈ സന്നിധാനം നമുക്കറിയാം, ഈ 18-ാം പടിക്ക് സമീപത്തോ താഴെയോ ഈ തിരുമുറ്റത്ത് നടക്കം പാമ്പുകളെ ഉൾപ്പെടെ പിടിക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. കാരണം അവരുടെ കേന്ദ്രമാണ് ഇത്. കാടെന്ന് പറഞ്ഞാൽ ഇത് ഈ സമയത്ത് നമ്മൾ വന്ന് കയ്യേറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ കേന്ദ്രമാണ്. അതിനിടയിലാണ് ഈ മനുഷ്യരൊക്കെ താമസിക്കുന്നത്. അപ്പം മാസ്റ്റർ പ്ലാനിനുള്ളിൽ നിന്നുകൊണ്ട് അത് സാധിക്കുമോ എന്നുള്ളതാണ് ഈ സീസൺ കഴിഞ്ഞ് ഇവിടെ ക്യാമ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവിടെ എത്തുന്ന ഓരോരുത്തരും കിടക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. കാരണം അല്ലാത്ത ദിവസം നമ്മൾ നടന്നു പോകുമ്പോൾ ആ സ്ഥലത്തുള്ള ആ സാഹചര്യം നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഓരോരുത്തരും വിരിവെച്ച് കിടന്നത്. അത് വളരെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രയോറിറ്റി അതിനാണെന്ന് പറയുമ്പോൾ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അത് തന്നെയാണ്. ബാക്കിയൊക്കെ രണ്ടാമതാണ്. ഇവിടെ എത്തുന്നവർക്ക് ഒരു മഴ പെയ്താൽ അവർക്ക് ഇന്നലെ രാത്രി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കിടന്നിരുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ എന്താകുമെന്നൊരു ചോദ്യം. അതിനൊരു കാര്യമുള്ളത്, ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും എത്ര പ്രശ്നമുണ്ടെങ്കിലും ഇതൊന്നും ബാധിക്കാത്തവരാണ് ഈ മനുഷ്യർ എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇവിടുത്തെ ഈ കാഴ്ച എന്നുള്ളതാണ്. കാരണം ഈ ത്യാഗം ഒരുപക്ഷെ നമുക്ക് എത്ര കണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഈ രാവിലെയും ഉച്ചയ്ക്കും ഏത് സമയത്തും ഇങ്ങനെ കിടക്കുകയാണ്.
ഏതാണ്ട് എല്ലാ സ്ഥലത്തും കേവലം ഒരു ചെറിയ തുണി, അവരുടെ ബെഡ്ഷീറ്റ് മാത്രം വലിച്ചു കെട്ടിയാണ് അവർ ഈ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രമാണ്. മഴയോ മഞ്ഞോ ഒന്നും ഇത് തടസ്സപ്പെടുന്നത്. അതിൽ ചെറിയ കുട്ടികളും പ്രായമായവരും ഒരുപാട് പേരുണ്ട്. മലയാളികൾ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാടുണ്ട്. അവരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഈ ഭജനയൊക്കെ, അതായത് ഈ ഭക്തി എന്നത് കേവലം ഒരു എന്തെങ്കിലും ഷോയോ ഇവിടെ VIP ആയി വന്നാലോ ഒന്നും മാത്രം ഉണ്ടാകുന്നതല്ല. അതൊരു പരിപൂർണമായ സമർപ്പണമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കൂടിയുണ്ട് അതിൽ, ത്യാഗം എന്ന വാക്ക്. ആ ത്യാഗം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതാണ് ഈ സന്നിധാനത്തിന്റെ ഒരു ശക്തി, അല്ലേ? തീർച്ചയായും ശ്രീജിത്തും അനുമോദും പറഞ്ഞതുപോലെ അതാണല്ലോ ശബരിമലയിലേക്ക് ഈ ഭക്ത ലക്ഷങ്ങളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ അയ്യപ്പൻ എന്നൊരു ശക്തിയെ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. മറ്റ് അസൗകര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. പക്ഷേ അവർക്ക് അന്തസ്സോടെ അവിടെ വന്ന് പോയി തിരിച്ചു മടങ്ങാനുള്ള, സുരക്ഷിതമായി തിരിച്ചു മടങ്ങാനുള്ള അവസരം ഒരുക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച്, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി മാറേണ്ടതുണ്ട്. അത് അങ്ങനെ ആവുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോൾ രാവിലെ നമ്മളോട് പറയുന്നത്. അവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ഒരു സുരക്ഷിതമായ മകരവിളക്ക് ദർശനം അല്ലെങ്കിൽ മകരജ്യോതി ദർശനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സുരക്ഷിതമായ ഭക്തിസാന്ദ്രമായ ഒരു ദർശനം ഉണ്ടാവട്ടെ. എല്ലാവരും കാത്തിരിക്കുന്നത് വൈകുന്നേരത്തേക്കാണ്. നമുക്ക് വരും ബുള്ളറ്റിനുകളിലും ശബരിമലയിൽ നിന്നും സന്നിധാനത്തു നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് തിരിച്ചെത്താം. അവിടെ അനുമോദും ശ്രീജിത്തും വളരെ സജ്ജരായി എല്ലാ വാർത്തകളും നമ്മളിലേക്ക് എത്തിക്കാനുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകളിലേക്ക് കൂടി പോവാം. ശബരിമല അഭിഷേക ശേഷമുള്ള നെയ്യ്, അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നെയ്യ് വിൽപ്പനയിൽ ക്രമക്കേടുണ്ട് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിലിപ്പോൾ വിജിലൻസ് അന്വേഷണം ആണ് നടക്കാൻ പോകുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ മുൻകൂർ അനുമതി വേണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവുമായി BJP. മകരസംക്രമ ദിനമായ ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കും. 10,000-ഓളം കേന്ദ്രങ്ങളിലാണ് ദീപം തെളിയിക്കുക. വൈകിട്ട് 6 മണിക്കാണ് വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് SIT. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജി വാഹനം കോടതിയിൽ ഹാജരാക്കി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് സമർപ്പിച്ചത്. സ്വർണ്ണക്കൊള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ വാജി വാഹനം തിരികെ നൽകാൻ തന്ത്രി ശ്രമിച്ചിരുന്നു. ദ്വാരപാലക ശില്പ പാളികൾ കടത്തിയ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KT ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിശദമായി വാദം കേൾക്കും. കൊല്ലം സെഷൻസ് കോടതിയിലാണ് വാദം നടക്കുക. ശങ്കരദാസ് അബോധാവസ്ഥയിൽ ആശുപത്രിയിലായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് തന്നെയാണ് വിധി പറയുക. സ്വർണ്ണക്കൊള്ള കേസിൽ തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് 12ാം പ്രതി പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയിൽ. SITയുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണ്. അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ അറിയിക്കാതെയാണെന്ന വാദവും പങ്കജ് ഭണ്ഡാരി കോടതിയിൽ ഉയർത്തി. ഹർജിയിൽ ഹൈക്കോടതി SITയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയും. രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 5 ദിവസം 25 വേദികളിലായി നടക്കുന്ന കലാമത്സരങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. വിവരങ്ങൾ നവമി ദിനേശ് നൽകും. തൃശ്ശൂരിൽ നിന്ന് നവമി, തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഉത്സവം പൂരമാണ്, തൃശ്ശൂർ പൂരമാണ്. പക്ഷേ ഇത്രയേറെ കുരുന്നുകൾ അവിടെ എത്തി ഒരു കലയുടെ വലിയ മാമാങ്കം തന്നെ നടത്തുമ്പോൾ അത് തൃശ്ശൂർ പൂരത്തോളം എത്തുന്ന മറ്റൊരു കാഴ്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൂരനഗരിയിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞോ? എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാന പരിപാടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? തൃശ്ശൂർ മൊത്തം ആവേശമല്ലേ? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ ഇന്നു മുതൽ കലോത്സവ പൂരമാണ്. ഇവിടെ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഗ്ലാമർ പരിപാടികളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുക. 64ാമത് കേരള സ്കൂൾ കലോത്സവം
ത്തിന് തൃശ്ശൂര് ഇത്തവണ ആതിഥ്യമരുളുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. മീഡിയ പ്രവർത്തകരെല്ലാവരും രാവിലെ മുതൽ തന്നെ ലൈവ് ആയിട്ടുണ്ട്. അവരുടെയും കൂടി ഒരു ആഘോഷം കൂടി ആണല്ലോ. കുട്ടികളെല്ലാം ഒരുക്കത്തിലാണ്. ഇന്ന് ഭരതനാട്യം, മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള ഐറ്റംസ് ആണുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പുലർച്ചെയൊക്കെ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്, ഒരുക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുട്ടികളെ ഒന്നും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ വൈകാതെ തന്നെ ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് ഓരോ കുട്ടികളെയും അവരുടെ വിശേഷങ്ങളും ഒക്കെ പരിചയപ്പെടാം. അങ്ങനെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനിയിൽ, ഈ വേദിയുടെ പേര് സൂര്യകാന്തി എന്നാണ്, ഈ ഗ്രൗണ്ട് ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യും. 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 11:30 അതായത് ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ വേദിയിൽ തന്നെയായിരിക്കും മോഹിനിയാട്ടം, HS വിഭാഗത്തിന്റെ മോഹിനിയാട്ടം ഉണ്ടാകും. 3 മണിക്ക് സംഘനൃത്തം ഉണ്ടാകും. ഇതിൽ ഓരോ വേദികൾക്കും ഓരോ പൂക്കളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ശ്രീജ, അത് നമുക്കറിയാം. അതിലൊരു വിവാദമൊക്കെ ഉണ്ടാവുകയും നമ്മൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ താമര എന്നുള്ളൊരു പേര് കൂടി ഇത്തവണ ഒരു വേദിക്കുണ്ട്. ഇതിൽ രണ്ടാമത്തെ വേദിയായിട്ടുള്ള പാരിജാതം, അവിടെ ഭരതനാട്യമുണ്ട്, ഒപ്പം ഒപ്പനയുണ്ട്. 2 മണിക്കാണ് അവിടെ ഒപ്പന നടക്കുക. വേദി 3 നീലക്കുറിഞ്ഞിയിൽ പണിയ നൃത്തമുണ്ട്. അത് കഴിഞ്ഞ വർഷമാണ് പണിയ നൃത്തം കൂടി ഈ കലോത്സവത്തിലേക്ക് വന്നത്. അത് ഈ വയനാട് ആദിവാസി വിഭാഗക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് പണിയ നൃത്തം എന്ന് പറയുന്നത്. അതും ഇത്തവണ കലോത്സവത്തിനുണ്ട്. പിന്നീട് മിമിക്രി ഉണ്ട്, ദേശഭക്തി ഗാനം, ലളിതഗാനം, അറബിക് ദഫ്മുട്ട്, ചാക്യാർ കൂത്ത്, തുള്ളൽ, ഉറുദു ഗസൽ, ഗിത്താർ, സംസ്കൃത നാടകം, പഞ്ചവാദ്യം. അങ്ങനെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾ. പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ ഇന്നത്തെ ദിവസം ഇത് തന്നെയാണ്. 64 എന്ന ഈ ഒരു ഇതാണ് ലോഗോ. ആ ലോഗോയ്ക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. വീണയും ബ്രഷും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അത് ആ രൂപത്തിലാണ് ഇത് ഇത്തവണ 64 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വലിയ ആഘോഷങ്ങൾക്കായി ഇവിടെ തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളോടൊപ്പം ഒരു കലാകാരിയുണ്ട്. കഴിഞ്ഞ തന്റെ സ്കൂളിലെ ഈ കലോത്സവ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ ഈ കലോത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് കൂടി എത്തിയിരിക്കുകയാണ് ജിയ രാജ്. കൊല്ലം മുഖത്തല സ്വദേശിയാണ് ജിയ. ഇവിടെ ഇപ്പോൾ പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് എക്സാം ഉണ്ട്. അതിനു മുൻപ് തന്നെ രാവിലെ ഇവിടെ എത്തി കലോത്സവത്തിന്റെ ഒരുക്കങ്ങളും കുട്ടികളെയൊക്കെ കാണാൻ പറ്റുമോ, അതോടൊപ്പം തന്നെ ഒരു അയവിറക്കൽ കൂടിയാണ് ഇന്നത്തെ ദിവസം. ഹായ് ജിയ. ഇവിടെ വന്നപ്പോഴത്തേക്കും കലോത്സവത്തിന്റെ ഓർമ്മകൾ കൂടി വന്നു അല്ലേ? അതെ, ഒരുപാട് സന്തോഷം. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നതും. തൃശ്ശൂർ നഗരത്തിൽ ഒരുപാട് പഠിക്കാനൊക്കെ പറ്റി, ഒരുപാട് ഇത് കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോ പ്രധാനമായും ഓർമ്മ വന്ന ആ ഒരു കലോത്സവ ദിവസം ഏതായിരിക്കും? അന്ന് എനിക്കൊന്ന് ഭരതനാട്യമാണ്. അതെ, ഭരതനാട്യം. അത് ആ രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെ, ടെൻഷൻ അടിച്ചിരുന്നു. അതൊന്നും ഓർമ്മ പങ്കുവയ്ക്കോ? അല്ല, അത് രാവിലെ എണീറ്റും ഇവിടെ വന്ന് ക്ലാസ്സിലൊക്കെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാം വരുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡാവും. അപ്പോഴത്തേക്കും പിന്നെയും സമയങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഓരോ പരിപാടിയൊക്കെ പങ്കെടുക്കുന്നത്. ഏതൊക്കെ ഇനത്തിലായിരുന്നു അന്ന് പങ്കെടുത്തിരുന്നത്? ഭരതനാട്യം, ക്ലാസിക്കൽ മ്യൂസിക്, ലളിതഗാനം, അത്രേ ഉള്ളൂ. എ ഗ്രേഡ് ഒക്കെ കിട്ടി. അപ്പൊ ഇത് ഇവിടെ വന്നപ്പോൾ അതൊക്കെ വലുതായിട്ട് മിസ് ചെയ്യുന്നു. ഒരുപാട് മിസ് ചെയ്യുന്നു. ഫ്രണ്ട്സിനെയും ആ കലോത്സവ വേദിയും ഓർമ്മകളും ടെൻഷനും എല്ലാം. ഒരുപാട്. നമുക്ക് ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി ആയാലോ? ഓക്കെ, എന്നൊരു പാട്ട് പാടാം. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗമേ, തേടുവതും രാഗമായി, ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. എന്നാലും വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം കളക്ടർ കൂടി ചേരുന്നുണ്ട്. കളക്ടർ, എങ്ങനെയുണ്ട് കലോത്സവത്തിന്റെ ഒരു വൈബിലേക്കൊക്കെ എത്തിയോ? കലോത്സവത്തിന്റെ വൈബിലേക്ക് എത്തി. നമ്മൾ 12-ാം തീയതി തന്നെ മറ്റേ ഗോൾഡൻ കപ്പ് ജില്ലയിലോട്ട് കയറിയപ്പോൾ തന്നെ ആ ഒരു വൈബിലോട്ട് എത്തി. ഇന്നലെ ആക്ച്വലി നല്ലൊരു ആവേശത്തിലോട്ടായി. എവിടെ നോക്കിക്കഴിഞ്ഞാലും കുട്ടികളും എല്ലാവരുമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ്, തലേ ദിവസത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പം ഓരോ സ്റ്റോള് സെറ്റപ്പ് ചെയ്യുന്നു, കുട്ടികൾ വരുന്നു, പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ കുറെ പേര് സ്വീകരിക്കുന്നു, പല ജില്ലകളിൽ നിന്നുള്ള ഒരു ആവേശത്തിലോട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞു. കളക്ടറുടെ ഒരു കലോത്സവ ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? കലോത്സവ ഓർമ്മയായിട്ടില്ല. ഞാൻ അധികം പങ്കെടുക്കില്ലായിരുന്നു. കലയായിട്ട് ബന്ധപ്പെട്ട് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷമായിരുന്നു ആദ്യമായിട്ട് കലോത്സവമായിട്ടും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. കാരണം കഴിഞ്ഞ വർഷം ഈ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു യോഗം
കളക്ടർമാരുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു. അത് ആ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ അപ്പോഴായിരുന്നു നമ്മളത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ സ്വർണ്ണക്കപ്പ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് നേരിട്ട് പോയി വാങ്ങിക്കാനുള്ള ഭാഗ്യം കൂടെ ആ സമയത്ത് കിട്ടി. ഈ കലോത്സവം ഈ തിരക്കുകൾക്കിടയിൽ ഏതെങ്കിലും ഇവന്റുകൾ കാണാനോ ആസ്വദിക്കാനോ ഒക്കെ സമയം കിട്ടാറുണ്ടോ? ഞാൻ അത് കാണണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ പോയി ഇരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും വേദികൾ സന്ദർശിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ കുറച്ച് നേരം ഏതെങ്കിലും ഒരു ഈവൻറ്റ് കാണണമെന്നുണ്ട്. കാരണം 249 ഇനങ്ങളുണ്ട്. എന്തായാലും ഇതിലൊക്കെ പലതും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ പുതിയ ആയിട്ടുള്ള ഇനങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മറ്റേ ഒരു കുറച്ച് 1-2 ഈവൻറ്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെന്തായാലും കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കളക്ടർ എന്തായാലും തിരക്കിലാണ്. ഇതിന്റെ ഒരു സംഘാടനം കൂടിയുണ്ട്. മുഖ്യമന്ത്രി വരുന്നതിന് മുൻപുള്ള സുരക്ഷ അടക്കം ഉറപ്പാക്കേണ്ടത്. അങ്ങനെ വലിയ തിരക്കിലാണ്. എന്തായാലും ശ്രീജ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വിശേഷം. പക്ഷേ ഇതല്ല, ഇതൊരു നമ്മുടെ ഒരു വൈബിലേക്ക് എത്തുന്നതേ ഉള്ളൂ. തൃശ്ശൂർക്കാരെ എല്ലാവരും ഉണർന്ന് ഇവിടേക്കൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഓരോ വേദികളിലും നിറസാന്നിധ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആളുകളൊക്കെ തൃശ്ശൂർക്കാർക്ക് ആഘോഷമാണല്ലോ. അവർക്ക് എപ്പോഴും ആഘോഷങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് കലോത്സവത്തിന് തൃശ്ശൂർക്കാരെത്തും സദസ്സ് നിറയ്ക്കാൻ എന്നതിൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇന്നലെ രാവിലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തുകയും എല്ലാ സ്റ്റോളുകളും എല്ലാ ഇടങ്ങളുടെയും സുരക്ഷ പരിശോധിക്കുകയും എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് വിദ്യാർത്ഥികൾ ആദ്യമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവർക്കും വലിയ സ്വീകരണമായിരുന്നു. വൈകിട്ട് വലിയൊരു വിളംബര ഘോഷയാത്രയുണ്ടായിരുന്നു. സ്വർണ്ണ കപ്പ് തിരുവനന്തപുരത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഇന്നും ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ആരാണ് സ്വർണ്ണ കപ്പ് നേടിയെടുക്കുക എന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് 18-ാം തീയതി ഈ കലോത്സവം സമാപിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം മോഹൻലാലാണ് ഇത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ മോഹൻലാലിനെയും കൂടി കാത്തിരിക്കുകയാണ് തൃശ്ശൂർ നഗരം. അങ്ങനെ കലോത്സവത്തിന്റെ എത്താൻ അല്ലെങ്കിൽ തിരി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അണിയറയിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരുങ്ങിക്കഴിയുകയാണ്. മോഹിനിയാട്ടം, ഭരതനാട്യം അടക്കമുള്ള ഗ്ലാമർ ഐറ്റംസ് ഉണ്ട്, മിമിക്രി ഉണ്ട്, ഒപ്പനയുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും അതിന്റേതായിട്ടുള്ള കലോത്സവത്തിന്റെ ഒരു വൈബിലേക്കും ടെൻഷനിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞു. വരുന്ന 5 ദിവസം ഇങ്ങനെ തൃശ്ശൂരിന്റെ ആവേശം നമുക്ക് അവിടെ കാണാൻ ഞാനിങ്ങനെ പഴയ ഫോട്ടോസ് എടുത്ത് നോക്കുകയായിരുന്നു. 2018 ഇതിനു മുൻപ് തൃശ്ശൂർ കലോത്സവം എത്തിയത്. ആ സമയത്ത് എല്ലാ വേദികളിലും ജനപങ്കാളിത്തം, ഇത്രയേറെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലം വേറെ ഉണ്ടാവുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചും തൃശ്ശൂരിലെ കലോത്സവം വളരെ വളരെ സ്പെഷ്യലാണ്. അവർക്ക് ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന ശബ്ദം കേട്ടാൽ അവിടെ എത്തുന്നവരാണ് തൃശ്ശൂർക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള 5 ദിവസം മറ്റൊരു പൂരമാണ്. സാധാരണഗതിയിൽ ഏപ്രിൽ അവസാനം മെയ് ഒക്കെ ആയിട്ടാണ് തൃശ്ശൂരിൽ പൂരം വരുന്നത്. ഇത്തവണ അവർക്ക് പൂരം നേരത്തെ എത്തിയിരിക്കുകയാണ്. അത് കലയുടെ പൂരമാണ്. അതിനെ പരമാവധി ആഘോഷിച്ച് തീർക്കുക തന്നെ ചെയ്യും അവിടെ എത്തുന്ന കുട്ടികളും തൃശ്ശൂർക്കാരും. നമുക്കും ആ ആവേശം അതേപടി സ്വീകരിക്കാം. നവമി ഇതുപോലെ എപ്പോഴും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത 5 ദിവസം നിറഞ്ഞ് നിൽക്കും. നമുക്കപ്പോൾ കുട്ടികളുടെ കലാപൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരും ബുള്ളറ്റിനുകളിലൊക്കെ എത്താം. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. കിഫ്ബി മസാല ബോണ്ട് അപ്പീലിലെ പിഴവിൽ ഇഡിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. ഫെമ നിയമപ്രകാരമുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ കക്ഷി ചേർത്തത് തെറ്റാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒരേ അഭിഭാഷകൻ എങ്ങനെയാണ് ഇഡിക്കും ഫെമ അതോറിറ്റിക്കും വേണ്ടി ഹാജരാകുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഗുരുതര പിഴവ് പരിഹരിച്ച് അപ്പീൽ നൽകാനും ഇഡിക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി രംഗത്ത് വന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. തട്ടിപ്പ് വാർത്തയ്ക്ക് പിന്നാലെ പ്രതി ഓഫീസ് പൂട്ടി മുങ്ങിയിരുന്നു. കാക്കനാട്ടെ മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷണൽസ് എന്ന സ്ഥാപനമാണ് പൂട്ടിയത്. ജീവനക്കാരടക്കം ഇവിടെ ഇപ്പോൾ മുങ്ങിയ നിലയിലാണ്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് അഥവാ CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിലാണ് കോടികൾ തട്ടിയെടുക്കുന്ന ബിജുവിന്റെ പുതിയ ബിസിനസ് ഉണ്ടായിരുന്നത്. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണൻ എന്ന പേരൊക്കെ മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. ഇപ്പോൾ തന്നെ പലയിടത്തു നിന്നും ബിജുവിന്റെ തട്ടിപ്പിനിരയായവരുടെ വിവരങ്ങൾ പതിയെ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഒരുപാട് പേർ ബിജുവിന്റെ ഈ വലിയ തട്ടിപ്പിനിരയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടികളുടെ സാമ്രാജ്യമാണ് ഈ ചുരുങ്ങിയ കാലത്തിനകം. നമുക്ക് ഓർമ്മയുണ്ട് സോളാർ കേസിൽ
ഇയാൾ ജയിലിലായതും ആ സമയത്ത് കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഈ ഇരകൾക്ക് കൊടുക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം, തട്ടിപ്പിൻ്റെ ബിസിനസ് സാമ്രാജ്യം തന്നെ ഇയാൾ പണിതുയർത്തിയിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളിലേക്ക് നമുക്ക് വീണ്ടും എത്താം. ഇടവേളയ്ക്ക് ശേഷം മകര ജ്യോതി ദർശനം പോലെ തന്നെ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇന്ന് അത്യപൂർവമായൊരു കാഴ്ചയുണ്ട്. അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന മുറജപത്തിൻ്റെ ഭാഗമായ ലക്ഷദീപമാണ്. ഇതോടനുബന്ധിച്ചുള്ള ട്രയലും ലൈറ്റ് ഷോയും ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പത്മതീർത്ഥ കുളത്തിന് ചുറ്റും സജ്ജീകരിച്ച ലൈറ്റ് ഷോ ഭക്തർക്ക് ഒരു പുത്തൻ അനുഭവമായി. ഇന്ന് നടക്കുന്ന ലക്ഷദ്വീപം ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ട്രയലിലാണ് ലൈറ്റ് ഷോയും ഒരുക്കിയത്. ക്ഷേത്രത്തിന് ചുറ്റും ദീപാലങ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് നടന്ന ജലപൂജയ്ക്ക് ശേഷമാണ് ലൈറ്റ് ഷോ നടന്നത്. പത്മതീർത്ഥക്കുളത്തിന് ചുറ്റും ആയിരക്കണക്കിന് ഭക്തർ ലൈറ്റ് ഷോ കാണാനായി എത്തി. ഭക്തിഗാനങ്ങൾ സമന്വയിപ്പിച്ച ഡിജെയും വർണ്ണവിസ്മയമായ ലൈറ്റ് ഷോയും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പുത്തൻ അനുഭവമായി തീർന്നു. മകരസംക്രാന്തി ദിവസമായ ഇന്നാണ് ലക്ഷദ്വീപം. പത്മതീർത്ഥക്കരയും ക്ഷേത്രമതിലകവും നെയ്വിളക്കുകൾ കൊണ്ടും വൈദ്യുതി ദീപങ്ങളാലും ശോഭിക്കും. രാത്രി ലക്ഷദ്വീപത്തിന്റെ ഭാഗമായി പൊന്നും ശീവേലി നടക്കും. ഇത് കണ്ടുവണങ്ങാൻ 25,000-ഓളം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിലും പുറത്തും കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. മാണിക്യവിളാകത്തെ ഹസീം അസ്ലമിയ ദമ്പതികളുടെ മകൾ സഹല നസ്രീന്റെ 4ാം പിറന്നാളാണിന്ന്. സഹലക്കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി പോലീസ് പെട്രോൾ.